ചേച്ചേ, പുരാവസ്തുവിന്റെ ടീമാ. അയാള് തന്ന മാല ഇനിയും വിറ്റിട്ടില്ല. അതിനു മുമ്പ് പേഴ്സന്റെ ചോദിക്കാൻ വന്നിരിക്കുക. വരണം സാർ, വരി. കാണിക്കാതെ വരി. നമസ്കാരം. ഇങ്ങോട്ട് ഇരിക്കും. ഇതെന്താ ഇത്? കൂടോത്രത്തകട് പോലിരിക്കുന്നു. കാര്യം എന്താണെന്ന് അറിഞ്ഞോ? നീ ഇങ്ങനൊന്നും സംസാരിക്കില്ല. സർ, ഇതൊരു സാധാരണ തകിടല്ല. ഇതിലുള്ള കാര്യങ്ങൾ നടന്നാൽ നമ്മുടെയൊക്കെ തലവര തന്നെ മാറും. ഈ ക്ഷേത്രത്തിന്റെ മാപ്പ് ഒന്ന് നോക്കൂ. ഇത് ഇവിടുത്തെ ക്ഷേത്രമല്ലേ? അതെ മാഡം. പത്തായത്തിൽ സ്വർണം വച്ചിട്ട് നാട് മുഴുവൻ അലഞ്ഞു നടന്നു എന്ന് പറയും പോലെ ഞങ്ങളും അലഞ്ഞു നടക്കുകയായിരുന്നു. ഇത് ഈ ഗ്രാമത്തിലെ ദുർഗാദേവി ക്ഷേത്രം. ഈ ഗർഭഗൃഹത്തിൽ കോടാനുകോടി വിലമതിക്കുന്ന നിധി നിക്ഷേപം ഒളിഞ്ഞു കിടപ്പുണ്ട്. നിധി നിക്ഷേപോ? ഈ നിധിയുടെ കാര്യം ഗവൺമെന്റിനെ അറിയിച്ചാൽ എനിക്കൊരു പക്ഷെ സ്വർണ്ണ മെഡൽ തരുമായിരിക്കും. അത് നമ്മളെടുത്താൽ കോടാനുകോടിയുടെ ആസ്തി ഉണ്ടാവും. ഈ കാര്യം എനിക്കല്ലാതെ ഡിപ്പാർട്ട്മെന്റിലോ വെളിയിലോ ആർക്കും തന്നെ അറിയില്ല. അറിയാൻ പാടില്ല. ഈ കാര്യം ആരോടും പറയാനും പാടില്ല. അത് ഞാൻ ഏറ്റു. എനിക്ക് കാര്യം നടന്നാ മതി. ബുദ്ധി ഉപയോഗിച്ചതിന് 75% എനിക്ക്, അത് പുറത്തെടുക്കുന്നതിന് 25% നിങ്ങൾക്ക്. തനിക്ക് കാശിന്റെ വിവരം ഉണ്ടെങ്കിൽ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ? പേഴ്സന്റേജിന്റെ കാര്യം പറഞ്ഞോണ്ട് വന്നവന്മാർക്കിട്ടൊക്കെ ആളെ നല്ല പണി കൊടുത്തിട്ടുണ്ട്. എന്നെ നോക്കണ്ട, പേഴ്സന്റേജ് ചോദിച്ച ഒരുത്തിന്റെ അവസ്ഥ നോക്ക്. ശരി, കണ്ടുപിടിച്ചത് ഞാനാണെങ്കിലും ക്ഷേത്രത്തിൽ പോയി കഷ്ടപ്പെട്ടെടുക്കാൻ പോകുന്ന നിങ്ങളല്ലേ? 50-50 സർ. ഓക്കെ അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ആ വാളിങ് എന്നടാ. എന്നാ ഇങ്ങോട്ട് നീങ്ങുന്നേ. തന്റെ അളവ് ഒന്ന് എടുക്കട്ടെ. 3 3 3 6 6 കൂടുതലുണ്ടല്ലോ താൻ. എന്താ സാർ എന്തിനാ അളവെടുക്കുന്നത്? അതെ, സാധാരണ അളിയനോട് പേഴ്സന്റേജ് ചോദിക്കുന്നവന്മാരുടെ അളവ് ഞങ്ങൾ ഇങ്ങനെ എടുക്കാറുണ്ട്. വെറുതെ കുഴി വെട്ടാൻ. എന്നെ ഒന്നും ചെയ്യരുത്. 4 വർഷം കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഈ നിധി കണ്ടെത്തിയത്. എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ സാർ? എനിക്ക് 25%, ബാക്കി എല്ലാം സാർ എടുത്തു. എന്തായാലും ഈ ഡീല് കൊള്ളാം. അങ്ങ് സമ്മതിച്ചേക്കുന്നേ. വായെടുക്കടാ. ബിസിനസ് പറഞ്ഞു കൊടുക്കാൻ മാത്രം നീ വളർന്നോ? എന്താ ഓഫീസറെ, താൻ തന്റെ കഷ്ടപ്പാടുകളൊക്കെയല്ലേ പറയുന്നേ? ഞാനൊരു വില്ലനൊന്നുമല്ല. വേർപ്പ് തുടക്കേ, അത് തുടച്ച് കളയടോ. ഇരിക്കുക. താൻ അറിഞ്ഞ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതാ തനിക്ക് പറ്റിയ വലിയ തെറ്റ്. ആ തെറ്റ് ഞാൻ തിരുത്തി തരാം. എന്നോട് വില പേശാൻ മാത്രമായോടോ നീ? മരണമാടോ ഞാൻ നിനക്കിടുന്ന വില. കൊല്ലടിയാ, കൊല്ല. ഇവൻ തീർന്നു. ഇനി ഒരു പ്രശ്നമില്ല. വെറുതെ ഈ വാളെടുത്തോണ്ട് വന്ന മെനക്കേടായി പോയി. ബോഡി എടുത്തോണ്ട് പോടാ. പൊക്കിക്കൊണ്ട് പോടാ. കൊണ്ടു മറ്റവന്റെ പുറത്തേക്കിട്ട് മൂടിയേക്ക്. നിധി എടുക്കണമെങ്കിൽ പൂജകളെല്ലാം മുടക്കണം. ദിവസവും ഭക്തരുടെ തിരക്കാണ്. എല്ലാ ആഴ്ചകളിലും വിശേഷാൽ പൂജകളും. പിന്നെ അവൾ ദേവിയായി മാറുന്ന പഞ്ചാക്ഷരി. അവൾ ഇതിനെക്കുറിച്ച് പ്രവചിച്ചാൽ പിന്നെ അത് ഈ നാട് മുഴുവനും അറിയും. എന്തായാലും ശരി, എങ്ങനെയെങ്കിലും എനിക്ക് ആ നിധി എടുത്തേ പറ്റൂ. എന്ത് മണ്ടത്രേ പറയുന്നത്? പൂച്ചക്കുട്ടി മറ്റോ ആണോ അത്? പെട്ടെന്ന് പോയി ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ. ദമ്പടി കിട്ടുന്ന കാര്യമാണെങ്കിൽ എന്റെ തല എമ്പടി ജോലി ചെയ്യും. അതിനാരുടെ തലയെടുക്കേണ്ടി വന്നാലും ഞാനത് കാര്യമാക്കില്ല. ജനങ്ങളുടെ ഭാവി അവൾ പറയുമായിരിക്കും, പക്ഷെ അവളുടെ ഭാവി ഇനി എന്റെ കയ്യിലാ. അളിയാ പഞ്ചാക്ഷരി കൊല്ലാനുള്ള പരിപാടിയാ. അണ്ണാ വേണ്ട അണ്ണാ, പഞ്ചാക്ഷരി ഗ്രാമം മുഴുവൻ പൂജിക്കുന്ന ദേവിയാ. ആ ദേവിയോട് നമ്മുടെ കളി വേണ്ടണ്ണ.
പറയുന്നത് കേൾക്കണ്ണ. പഞ്ചാക്ഷരി ജീവനോട് വിടുകയാണെങ്കിൽ നിധി നമുക്ക് എടുക്കാനാവില്ല.